ഹലോ ഗൈസ്, ഒരു സദ്യയിൽ എത്ര കാലറി വരുന്നുണ്ട് നിങ്ങൾക്കറിയാം? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചോറ്, കറികള്, കൂട്ടുകറികള്, പായസം, പപ്പടം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബട്ട് കോമൺ ആയിട്ട് പറയുമ്പോൾ ഒരു കേരള നോർമൽ സദ്യയിൽ വരുന്നത് 1200 to 1400 കാലറിയാണ്. അത് എന്തിലൊക്കെയാണ് അങ്ങനെ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ചോറ്. നോർമൽ ഒരു മലയാളി കഴിക്കുന്നത് 2 അല്ലെങ്കിൽ 3 തവി ചോറാണ്. അതിൽ 400 മുതൽ 500 കാലറി വരെ വരുന്നുണ്ട്. 90 ഗ്രാം കാർബ്സും 8 ഗ്രാം പ്രോട്ടീനും ആണ് വരുന്നത്. പിന്നെ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ട് വരുന്ന കറികൾ, അത് സാമ്പാർ, അവിയലി, തോരൻ, കാളൻ, പുളിശ്ശേരി, എലിശ്ശേരി എല്ലാം വെച്ച് കൂട്ടി നോക്കി കഴിഞ്ഞാൽ 300 മുതൽ 400 കാലറി വരെ വരുന്നുണ്ട്. അതിൽ കാർബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 to 50 ഗ്രാം കാർബ്സ്, പ്രോട്ടീൻ കണ്ടന്റ് ആണെങ്കിൽ 8 to 10, ഫാറ്റ് വരുന്നത് 15 to 20 ഗ്രാം. പിന്നെ നമ്മുടെ പപ്പടം, ഉപ്പേരി, ചിപ്സ്, ശർക്കര വരട്ടി ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 150 to 200 കാലറി വരും. അതിൽ കാർബ്സ് ആണെന്നുണ്ടെങ്കിൽ 20 to 25, പ്രോട്ടീൻ ആണെങ്കിൽ ആകെ 2 ഗ്രാം മാത്രമേ ഉള്ളൂ. പിന്നെ ഫാറ്റ് 8 to 10 ഗ്രാം. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പായസം. ഇപ്പോഴത്തെ സദ്യയിൽ ഒരു 3 തരം പായസമെങ്കിലും മിനിമം ഉണ്ടാവും. കാലറീസ് വരുന്നത് 350 to 400 ഗ്രാമും, കാർബ്സ് 50 to 60 ഗ്രാമും, പ്രോട്ടീൻ 6 to 8 ഗ്രാമും, ഫാറ്റ് 10 to 15 ഗ്രാമും ആണ് വരുന്നത്. സോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആവറേജ് കണക്ക് പറയുമ്പോൾ 1200 to 1400 കാലറി ഒരു സദ്യക്ക് വരുന്നുണ്ട്. ടോട്ടൽ കാർബ്സ് വരുന്നത് അറൌണ്ട് 200 ഗ്രാമും, പ്രോട്ടീൻ അറൌണ്ട് ഓൺലി 25 ഗ്രാംസും, ഫാറ്റ് അറൌണ്ട് 40 to 45 ഗ്രാമും ആണ് വരുന്നത്. സോ ചുരുക്കി പറഞ്ഞ ഒരു സാധാരണ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചീറ്റ് മീലാണ്. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഓണസദ്യ കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ മലയാളികളാന്ന് പറയുന്നതില്ല. ഈ ഒരു ലെവലിൽ സദ്യ കഴിക്കുമ്പോൾ കാർബ് കണ്ടന്റ് വളരെ കൂടുതലാണ്, പ്രോട്ടീൻ കണ്ടന്റ് കുറവാണ്. അപ്പൊ ഒരു വെയിറ്റ് ലോസും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ബാലൻസ് ആയിട്ട് സദ്യ കഴിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. ഇതിൽ എന്തെല്ലാം ലിമിറ്റ് ചെയ്യണം, എങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ബാലൻസ് സദ്യ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് റീൽ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.